പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആഗോള ജ്ഞാനായക്കാർ ഉറ്റുനോക്കുന്ന അമേരിക്കയിലെ ജ്ഞാനായ മക്കളുടെ മാമാങ്കമായ ചരിത്രപ്രസിദ്ധമായ ജ്ഞാനായ കൺവെൻഷൻ ഇക്കുറി 2012 ജൂലൈ മാസത്തിൽ ഒർലാൻഡോയിൽ വലിയ ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നു. ഈ KCCNA കൺവെൻഷൻ KCCNA എക്സിക്യൂട്ടീവിനോടൊപ്പം നിന്നുകൊണ്ട് താമ്പായിലെ ജ്ഞാനായ അസോസിയേഷനിലെ ശക്തരായ പ്രവർത്തകർ ആതിഥേയത്വം അരുളുന്നു എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രസക്തമായ വസ്തുത. ഈ അവസരത്തിൽ നമ്മോടൊപ്പം 2012 KCCNA ജ്ഞാനായ കൺവെൻഷന്റെ നേതൃത്വം നൽകുന്ന ചെയർമാനും ജനറൽ കൺവീനറും നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. ചെയർമാനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. താമ്പായിലെ നിറസാന്നിധ്യമായ മലയാളി സമൂഹത്തിലും ജ്ഞാനായ അസോസിയേഷനിലും ഒപ്പം തനിക്ക് ആകാവുന്ന മേഖലകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശക്തനായ ഒരു നേതൃത്വ പാഠവും കൈമുതലായിട്ടുള്ള ജെയിംസ് ഇല്ലിക്കലാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജ്ഞാനായ ഇക്കുറി 2012 ജ്ഞാനായ കൺവെൻഷന്റെ ചെയർമാനായ ജെയിംസ് ഇല്ലിക്കനെ ഈ ചെറിയ ഇന്റർവ്യൂ സെക്ഷനിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മോടൊപ്പം ഉള്ളത് ഈ കൺവെൻഷന്റെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പദവി അലങ്കരിക്കുന്ന ജനറൽ കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്ന ടോമി മേൽക്കരപ്പുറം. KCCNAയോടും ഒപ്പം ജ്ഞാനായ സമുദായത്തോടും എപ്പോഴും ബന്ധം പുലർത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ജ്ഞാനായ സമുദായത്തോട് സ്നേഹവും കൂറും തന്റെ സമയവും എല്ലാം ചെലവഴിക്കുന്ന ബഹുമാനായ ജനറൽ കൺവീനർ, ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനർ ടോമി മേൽക്കരപ്പുറത്തെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചെയർമാൻ എന്ന നിലയിലേക്ക് നമുക്കറിയാം, ചില പ്രതിസന്ധികൾക്ക് ശേഷം താമ്പായിലേക്ക് നാടകീയമായി കൺവെൻഷൻ വരികയും ചടുലമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ചെയർമാൻ ബഹുമാനായ ജെയിംസ് ഇല്ലിക്കൻ നമ്മളോട് ജ്ഞാനായ കൺവെൻഷന്റെ ഇന്നു വരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. താങ്ക് യു. ആദ്യമായിട്ട് നമുക്കറിയാം, കാനായ തനിമയും കാനായ പാരമ്പര്യവും നോർത്ത് അമേരിക്കയിൽ കാത്തു സൂക്ഷിക്കുവാനായി 1988 നോർത്ത് അമേരിക്കൻ കാനായ മക്കള് മനസ്സിൽ താലോലിച്ച് വളർത്തിയെടുത്ത കാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ 25ാം വർഷം ഘോഷിക്കുന്ന വർഷമാണിത്. ഇതിന്റെ 10ാമത്തെ കൺവെൻഷനിലേക്ക് നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ കാനായ മക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. നോർത്ത് അമേരിക്കയിലെ കാനായ മക്കൾക്ക് സുപരിചിതമാണ് നമ്മുടെ കാനായ കൺവെൻഷൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിക്കാഗോയിൽ നടക്കേണ്ട കാനായ കൺവെൻഷൻ ടാമ്പായിലേക്ക് ഞങ്ങൾ നടത്തുവാനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. KCCNAയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവും ടാമ്പ അസോസിയേഷൻ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവും കൺവെൻഷൻ കമ്മിറ്റിയും കൂടി ഐക്യകണ്ഠേന ഇത് നടത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ കൺവെൻഷൻ അതിന്റെ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ഡിസംബർ 31 ജനുവരിയോട് കൂടി ക്ലോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ജനുവരി 10-ാം തീയതിയോട് കൂടിയാണ്. ഇന്നിപ്പം 18 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ബാക്കപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു 48 പേരടങ്ങുന്ന കമ്മിറ്റി എടുത്തുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ കാനായ കുടുംബാംഗങ്ങളും ഓരോ സഹോദരിമാരും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ എല്ലാ യൂണിറ്റിലും കിക്ക് ഓഫ് നടത്തുകയും അവിടെ എല്ലായിടത്തും പോവുകയും എല്ലാ സ്ഥലങ്ങളിലും നിന്നും നല്ലതായ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. രജിസ്ട്രേഷൻ നിങ്ങൾ എത്രയും നേരം നടത്തേണ്ടതാണ്. ഈ കൺവെൻഷന്റെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു മാറ്റലിയുടെ തിരികൊളുത്തുന്ന കൺവെൻഷൻ ആയിരിക്കും. കാരണം യൂത്തുകളെ ഇൻവോൾവ് ആക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ടി വിപിൻ ചാലിങ്കിൽ, അനീഷ് നടക്കുഴിക്കൽ, മോഹൻ കടുതോടി എന്നിങ്ങനെയുള്ള ഒരു യുവനിര തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെക്യൂരിറ്റി ആയിരുന്നു മെയിൻ കൺസേൺ ആയിട്ട് ഞങ്ങളോട് ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. നമ്മുടെ പഴയ കാലങ്ങളിലെ കൺവെൻഷനിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ യൂത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നതിനെ പറ്റി പേരൻസ് വറീഡായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി രജിസ്ട്രേഷൻ പാക്കേജ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു 10-15 മിനിറ്റ് ഒരു ഓൺലൈൻ CD നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഡീറ്റെയിലും പറയും.
ആ CD നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ആ ഫാമിലിക്ക് രജിസ്ട്രേഷൻ പാക്കേജ് കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ യുവ നേതൃത്വത്തിന്റെ നിരയിലാണെങ്കിലും അതിനോടുകൂടി പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും യുവതാരങ്ങളോ അതല്ല മാതാപിതാക്കളോ ആരെങ്കിലും ഈ നമ്മുടെ കാനായത്തനിമ നമുക്കറിയാം, മദ്യപിക്കും, ഇതെല്ലാം നടക്കുന്ന സംഭവമൊക്കെ അറിയാമെങ്കിലും ആരെങ്കിലും സന്ദർഭോചിതമായ രീതിയിലല്ല പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവരെ സെക്യൂരിറ്റിയും അതല്ല എങ്കിൽ സെക്യൂരിറ്റിയുടെ ആൾക്കാരും ഇടപെട്ട് ഒരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തും. ഒരു പോലീസുകാരൻ എപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അണ്ടർ 21 ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിനെ അപ്പോൾ തന്നെ സെൽഫോണിൽ അറിയിക്കുന്നതായിരിക്കും. ആ കുട്ടികൾ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി സമ്മതിച്ചാൽ മാത്രമേ ആ മുറിയിൽ നിന്ന് കുട്ടികളെ പുറത്തുവിടത്തുള്ളൂ. അത് നിർബന്ധമുള്ള കാര്യമാണ്. 21 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ വന്ന് മാത്രമേ അവരെ റിലീസ് ചെയ്യത്തുള്ളൂ. അതല്ല മുതിർന്നവരാണെങ്കിൽ നേരം വെളുത്ത് അവർ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ റിലീസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം ആ സെയിം പേഴ്സണെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ നേരെ ജയിലിലേക്ക് തന്നെയായിരിക്കും വിടുന്നത്. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഉണ്ടായിരിക്കുന്നതല്ല. കുറച്ചു പേർക്കൊക്കെ എതിർപ്പുകൾ വരും എന്നെനിക്കറിയാം. എങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് നടത്തിയേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായ കൺവെൻഷനുകൾ നാം കാണുകയുണ്ടായി. എങ്കിലും ചില പോരായ്മകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കൺവെൻഷനുകളിൽ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ യുവജനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിൽ വീഴ്ചകൾ വന്നു എന്നൊക്കെയാണ് നമ്മുടെ പഴയ കാലങ്ങളിലെ കംപ്ലൈന്റുകൾ. അപ്പോൾ ഈ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വർഷം ഒർലാൻഡോയിൽ നടക്കുന്ന കൺവെൻഷനിൽ യുവജനങ്ങളെ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് യുവജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വലിയ ടീം തന്നെ അവര് ഒർലാൻഡോയിലെ അല്ലെങ്കിൽ താമ്പായിലെ ജ്ഞാനായ സഹോദരങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി നമുക്ക് നല്ല വളരെ മികച്ച ഒരു കൺവെൻഷൻ തന്നെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് കൺവീനർ ടോമി മേൽക്കരപ്പുറമുണ്ട്. അദ്ദേഹം KCCNയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുകയും KCCനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഷിക്കാഗോയിലും ഒക്കെ വേരുകളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഷിക്കാഗോയിലേക്ക് കടന്നു വന്ന കൺവെൻഷൻ ചില പ്രതിസന്ധികളുടെ പേരിൽ അവസാന നിമിഷം ആണ് താമ്പായിൽ ഒർലാൻഡോ കേന്ദ്രീകരിച്ച് ഈ കൺവെൻഷന്റെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഷിക്കാഗോയിൽ സ്വാഭാവികമായും എന്തെങ്കിലും പ്രതികരണത്തിന് കുറവുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ടോമിയെ ക്ഷണിക്കുന്നു. ടോമി ചേട്ടാ, ഈ ഷിക്കാഗോയിലെ കൺവെൻഷൻ മാറിയതിനു ശേഷം അവിടുത്തെ ക്രൈസിസ് നിലനിൽക്കുന്നുണ്ടോ? അത് ഈ കൺവെൻഷനെ എങ്ങനെ ബാധിക്കുന്നു? അതിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഷിക്കാഗോയിൽ നിന്ന് ഈ കൺവെൻഷൻ മാറിയതിൽ അവിടുത്തെ ജ്ഞാനായ മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ഷിക്കാഗോ സന്ദർശിച്ചിരുന്നു. അവിടുത്തെ ആ പ്രതിസന്ധികൾ എല്ലാം തന്നെ മാറി വരുന്നു. അവിടുന്ന് വളരെ നല്ല ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിലും വലിയ ഒരു എണ്ണം തന്നെ ഞങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കുകയാണ്. അത് തികച്ചും ഈ കൺവെൻഷന്റെ വിജയത്തിന് എപ്പോഴും ഒരു സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡാളസിലെ കൺവെൻഷനില് നമുക്കൊരു ഏകദേശം 6000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് കഴിഞ്ഞ കൺവെൻഷനിൽ പങ്കെടുത്തവരും അതിന്റെ നേതൃത്വത്തിലുള്ളവരും ഒക്കെ അവകാശപ്പെടുന്നത്. ഈ തലത്തിൽ ഈ വർഷം ഈ 2 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒർലാൻഡോ കൺവെൻഷനിൽ എത്രത്തോളം ആളുകളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല. അതായത് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഫെസിലിറ്റി ഏതാണ്ട് 230 ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് അവിടെയുള്ളത്. അതിനകത്ത് 10,000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ബാൾറൂമും 6,500-ൽ പരം ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു ബാങ്കറ്റ് ഹാളും അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡോർ സ്പോർട്സ്, ഗെയിംസ്, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള വളരെ വിപുലമായ സൗകര്യങ്ങൾ. പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ വരെ ഞങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയായിരിക്കും. അതുപോലെ തന്നെ താമസത്തിന് ഏതാണ്ട് 1,500-ഓളം മുറികളാണുള്ളത്. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കൺവെൻഷൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൺവെൻഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം തന്നെ മുൻപോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങൾ KCCന്റെ നേതൃത്വവുമായിട്ട് വളരെ യോജിച്ചാണ് ഞങ്ങൾ ഈ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ചെയർമാനോടാണ് ഒരു ചോദ്യം. അതായത് ഇപ്പോൾ കാലഘട്ടങ്ങൾ ഇന്റർനെറ്റിന്റെ ഒരു യുഗമാണ്. നമുക്കറിയാം നെഗറ്റീവ് ജേർണലിസം വളരെയധികം ഒരു ക്യാൻസർ പോലെ കാനായ സമുദായത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ അവസരം. അപ്പോൾ അതിലൂടെ പലപ്പോഴും തെറ്റായ ചില ധാരണകളൊക്കെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെയും വൈദികരുടെയും ഒക്കെ കൺവെൻഷനിലെ സാന്നിധ്യം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? മീഡിയാസിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എന്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത്. അത് മറ്റുള്ളവരുടെ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാ. ചെയർമാൻ എന്നുള്ള രീതിയിലല്ല, ജെയിംസ് ഇല്ലിക്ക് എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മീഡിയ ഇപ്പം മെയിനായിട്ട് നിൽക്കുന്ന അമേരിക്കൻ കന, നോർത്ത് അമേരിക്കൻ കന, ചിക്കാഗോ ബ്ലോഗ്, ഇങ്ങനെ 3-4 ഇവരുടെ എല്ലാം കഠിനാധ്വാനത്തിന് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു 2 വിഭാഗമായിട്ടാണ് വേർതിരിച്ചാണ് കാണുന്നത്. ഒരു വിഭാഗം അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു വിഭാഗം മിഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതാണ്. ഇവരുടെ ഈ രീതികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ജനറേഷൻ, നോർത്ത് അമേരിക്കയിലെ യൂത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ജനറേഷന്റെ ഉന്മൂലനാശമായിരിക്കും നമ്മൾ കാണുവാൻ പോകുന്നത്. അതല്ല, ഈ മീഡിയാസിനെ നമ്മുടെ കാനായ സമുദായത്തിന് അല്ലെങ്കിൽ കാനായ സമൂഹത്തിന് നല്ല രീതി, ഒരു നല്ല ഭാവി ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല, ആരൊക്കെ ആയാലും അവരുടെ ലക്ഷ്യം ഒന്നാകുകയാണെങ്കിൽ ഈ മീഡിയാസ് കാനായ സമുദായത്തിന്റെ വരും തലമുറയുടെ ഒരു നേട്ടമായിരിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറാകണം. മിഷനും അസോസിയേഷൻ നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ കാനായ സമൂഹം വളരത്തുള്ളൂ. അത് പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ ഇപ്പോഴത്തെ ഗോളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുമ്പോട്ട് കാനായ സമൂഹത്തിന്റെ നന്മയെ മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓൾ അമേരിക്കയിലുള്ള എല്ലാ കാനായ മക്കളും ഈ മീഡിയാസിനെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു പേഴ്സണലായ അഭിപ്രായമാണെങ്കിൽ കൂടി അതൊരു വളരെ നല്ല ആശയമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്ന് വളരെ ശക്തമായിട്ട് ഈ മീഡിയയുടെ ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്നവർ നെഗറ്റീവ് ജേർണലിസത്തിലേക്ക് പോകുന്നതിലൂടെ സമൂഹത്തിന് നന്മ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ മിഷനും സംഘടനയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം. ആ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന് പ്രചോദനമാകേണ്ട മീഡിയകളാണ് ഇപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവർ ഈ സന്ദേശമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ഇതിന്റെ ഒരു നന്മയ്ക്കായിട്ട് ഈ മീഡിയകൾ മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം KCCNയുടെ നേതൃത്വ നിര വളരെ ചിക്കാഗോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ കാഴ്ചവെച്ചു. അതിനുശേഷം അതിന് അപ്രായോഗികമായ രീതിയിൽ തന്നെ കൺവെൻഷൻ ഇവിടുന്ന് ഒർലാൻഡോയിലേക്ക് മൂവ് ചെയ്തു. താമ്പായിലെ ആളുകൾ അത് സംഘടനയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അത് ഏറ്റെടുക്കുകയും അതിനെ കരുത്തോടു കൂടി തന്നെ ആർജവത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ KCCN തലത്തിൽ നിന്നുള്ള ആ സഹകരണവും നിങ്ങളുടെ താമ്പായിലെ ആ നേതൃത്വവും അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള കമ്മിറ്റികളും ഒക്കെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ 48 കമ്മിറ്റികളുണ്ട്. രജിസ്ട്രേഷൻ കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, സ്പോർട്സ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ബാങ്കറ്റ് കമ്മിറ്റി, അങ്ങനെ 48 കമ്മിറ്റികളുണ്ട്. ഇത്തവണത്തെ കമ്മിറ്റി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ചുമതലകളാണ് ഏറ്റിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കറ്റിന്റെ സമയത്ത് നമ്മൾ സാധാരണ നടത്തുന്നത് നമ്മുടെ തന്നെ ആൾക്കാരുടെ ഗാനമേളകളായിരുന്നു. ഇത്തവണ നമ്മൾ 4 ദിവസത്തെ കൺവെൻഷൻ കൂടിയിട്ട് കുടുംബാംഗങ്ങൾ, അതായത് പേരൻസും മക്കളും ഒന്നിച്ചിരിക്കുന്ന 1 മണിക്കൂർ പോലും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ബാങ്കറ്റിൽ പേരൻസ്, ഫാമിലി ഒന്നിച്ചിരിക്കുക എന്നുള്ള കാര്യം ഞങ്ങൾ യൂത്തുമായിട്ട് ആലോചിച്ചു. അവർ അഗ്രി ചെയ്തു. അതുകൊണ്ട് ഇത്തവണത്തെ ബാങ്കറ്റ് ഹാളിൽ ഫാമിലി ഒന്നിച്ചേ ഇരിക്കത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ സാധാരണ നടത്താറുള്ള നമ്മുടെ ഗാനമേളകൾ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. യൂത്തിനെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന അവരെ തന്നെ ചാർജ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ചില എക്സ്പെൻസീവ് ആണെന്നറിയാം. എങ്കിലും അവരുടേതായ രീതിയിലുള്ള എന്റർടൈൻമെന്റ്സ് ഇവിടുത്തെ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ അവരെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രോഗ്രാം ആയിരിക്കും. അതുപോലെ എല്ലാ ദിവസവും അവരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു 9 o'clock 10 o'clock അവരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് അവരെ തന്നെ ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണത്തെ കൺവെൻഷനിൽ നിന്ന് പ്രോഫിറ്റുകളല്ല പ്രതീക്ഷിക്കുന്നത്. കൺവെൻഷൻ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു മാറ്റങ്ങൾ വരുത്തുക, യുവനിരയെ മുമ്പിൽ നിർത്തുക, യുവനിരയിലൂടെ ഈ കൺവെൻഷനെ സക്സസ് ആക്കുക. ആ ഒരു മാറ്റത്തിലേക്കാണ് ഞങ്ങൾ ഈ കൺവെൻഷനിലൂടെ
ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ആയിരിക്കും. തീർച്ചയായിട്ടും അതിലൂടെ ഒരു നല്ലൊരു സന്ദേശം തന്നെ തന്നിരിക്കുകയാണ്. കാരണം ക്നാനായ KCCNA കൺവെൻഷൻ, അല്ലെ ക്നാനായ അമേരിക്കയിലെ ക്നാനായ കൺവെൻഷന് ശേഷം പലപ്പോഴും $200,000 ലാഭം അല്ലെങ്കിൽ $1,00,000 ലാഭം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലാഭമല്ല, സമുദായ നന്മയാണ്, അഥവാ ഇതിൽ പങ്കെടുക്കുന്നവരുടെ സന്തോഷവും നന്മയുമാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുകയാണ്. വീണ്ടും ടോമി മേൽക്കരപ്പുറത്തിലേക്ക് വരാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ യൂണിറ്റ് വഴി കടന്നു പോവുകയും എല്ലാ KCCNAയുടെ എല്ലാ യൂണിറ്റുകളിലെ ഭാരവാഹികളും ഒക്കെയായി ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ തലത്തിൽ ഇന്ന് അമേരിക്കയിലെ മുഴുവൻ യൂണിറ്റുകളുടെയും ഈ കൺവെൻഷനിലേക്കുള്ള വരവിന്റെ പ്രതികരണം എങ്ങനെയാണ്? അവിടെ ഏതൊക്കെ യൂണിറ്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇപ്പോൾ തന്നെ ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഈ കൺവെൻഷന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 18 ദിവസത്തോളം ഇപ്പോൾ ആയിട്ടുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുൻപോട്ട് ആളുകൾ വരുന്നില്ല എന്നൊരു ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൺവെൻഷനാണ് ഈ വർഷം നടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണം മിക്കവാറും എല്ലാ യൂണിറ്റുകളിലും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സമയത്ത് ഇതിന്റെ രജിസ്ട്രേഷന് അല്പം അപാകതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തീർത്തും നമ്മൾ പരിഹരിച്ചുകൊണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആളുകളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടായൊരു കാര്യമായിരുന്നു. അതായത് ഈ വർഷം ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലഘോഷയാത്രയും വള്ളംകളി മത്സരവും. KCCNA എന്ന് പറയുന്നത് 20 യൂണിറ്റുകൾ കൂടുന്ന ഒരു ഫെഡറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ 20 യൂണിറ്റുകൾക്കും ഓരോ വള്ളം എങ്കിലും നൽകിക്കൊണ്ട് ഒരു ടീമിനെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളിപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലഘോഷയാത്ര, ജലമേള, വള്ളംകളി മത്സരം, ഇത് മൂന്നും ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകത കൂടിയായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കൺവെൻഷനുകളിലൊക്കെ ഓരോ ഭരണസമിതിയും വരുമ്പോൾ അല്ലെ കൺവെൻഷനുകളിൽ കഴിഞ്ഞ കൺവെൻഷന്റെ അതേ പുസ്തകം എടുത്തു വെച്ചതിന് ശേഷം അത് ആവർത്തിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ കൺവെൻഷനിൽ നടന്ന അതേ കാര്യങ്ങൾ ഫോറനകൾ തിരിഞ്ഞ് ചർച്ച ചെയ്യുന്നു. ഇതിനൊന്നും അവസാനം ഫലമൊന്നുമില്ല. എല്ലാവരും കൂടെ കൂടുന്നു, കുറെ ആളുകൾ അവിടെ പല രീതിയിലുള്ള ചർച്ചകളുമായി ഒരു ആവർത്തന വിരസത അനുഭവിച്ചിരുന്നു എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്. പക്ഷേ ഈ ജലഘോഷയാത്ര എന്ന് കേട്ടപ്പോൾ തന്നെ അതിലൊരു വ്യത്യസ്തമായ ഒരു മുഖം. അപ്പൊ എന്റെ മനസ്സിൽ എന്ന് പറയുന്ന പോലെ ഈ പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മുടെയൊക്കെ മനസ്സിൽ നാട്ടില് പൊന്നമടക്കായലിലെ വള്ളംകളിയും അതുപോലുള്ള കൊച്ചു കൊച്ചു വള്ളംകളികളും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു വസ്തുതയാണ് ഓണത്തോടനുബന്ധിച്ച്. അപ്പോൾ ഈ ക്നാനായ കൺവെൻഷനിൽ ഒരു വള്ളംകളി ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ജലഘോഷയാത്ര സഹിതം ഒരു വള്ളംകളി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വ്യത്യസ്തത അനുഭവപ്പെടുന്നു. അപ്പോൾ അത് കാണുവാനും അതിൽ പങ്കെടുക്കുവാനുള്ള ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷനിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവസാനമായി ഇന്നത്തെ സുതാര്യമായ ഈ പ്രവർത്തന ശൈലിയിലൂടെ താമ്പായിലെ ക്നാനായ മക്കൾ മുഴുവനും ഈ കൺവെൻഷൻ ഒർലാൻഡോയിലെ കൺവെൻഷൻ വിജയിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ താമ്പായിൽ നിന്നുകൊണ്ട് ഒർലാൻഡോയിലെ കൺവെൻഷനുകളുടെ ക്രമീകരണങ്ങൾ എത്രമാത്രം ഭംഗിയായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് പറയാം. താമ്പായിൽ കൺവെൻഷൻ ഏറ്റെടുത്ത യൂണിറ്റാണ്. ഒർലാൻഡോയിലായിരുന്നു ഫെസിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ എല്ലാവരും കണ്ടു കാണും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ ഫെസിലിറ്റി, അതായത് നമ്മുടെ റോസൻ ഷിംഗിൾ ക്രീ, അത് പണിതുയർത്തിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ബ്രാൻഡ് ന്യൂ ഫെസിലിറ്റിയാണ്. ടോമി ഫെസിലിറ്റിയെ പറ്റി കൂടുതൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ എവരിഡേ സ്വല്പം ലേറ്റാന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച 2 പ്രാവശ്യം വെച്ച് ഞങ്ങൾ ആ ഫെസിലിറ്റി പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങളായിട്ട് പോകും. അതിന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനും പിന്നെ ഓരോരോ ഏരിയാസ് തിരിച്ച് ഓരോ ചെയർമാൻമാരുടെയും അവരുടെ ആൾക്കാരെ മാത്രമായിട്ട്, ഇപ്പം കിച്ചന്റെ ഫുഡ് കമ്മിറ്റി ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അവിടെ പോയി കിച്ചണൊക്കെ കണ്ടു. മറ്റേ അക്കോമഡേഷന്റെ ആൾക്കാരെ അവരുടെ ഇത് സ്കെച്ച് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ആ ഫെസിലിറ്റി പോകുന്നുണ്ട്. ഒരു തുറന്ന മനസ്സോടെയുള്ള കഠിനാധ്വാനികളായ 60-70 പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2012
KCCയുടെ 10ാമത്തെ കൺവെൻഷന് നിങ്ങൾ ധൈര്യപൂർവ്വം വരാം. ഒരു ഭാഗത്തും ഒരു കുറവും വരുത്തുമില്ല. അതുപോലെ തന്നെ 24 hours 7 days ഞാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും ഞങ്ങൾ വില തരുന്നതാണ്. അത് നമ്മുടെ സമുദായത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷനോ നല്ലത് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അറിയാം, തീർച്ചയായിട്ടും ജ്ഞാനായ സമുദായത്തിൽ എത്ര വലിയ പ്രോഗ്രാമുകളും ഇതുപോലെ ക്രമീകരിച്ചു വരുമ്പോൾ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. ഈ പ്രതിസന്ധികളെ തന്മയത്വത്തോടുകൂടി മറികടക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ വിജയം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാളസ് കൺവെൻഷനിലും ന്യൂജേഴ്സി കൺവെൻഷനിലും സാനുസയിലും കാനഡയിലും ഒക്കെ കൺവെൻഷനുകൾ ഉണ്ടായപ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ക്ലേശകരമായ ദൗത്യമായിരുന്നു. എങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു. എങ്കിലും അവസാനം ഇതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഏറ്റവും വലിയ വിജയങ്ങളിൽ എത്തുന്ന കൺവെൻഷനുകളാണ് നാം കണ്ടിരിക്കുന്നത്. അതും 2012 ശക്തരായ നേതൃത്വ പരിചയമുള്ള ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ അത് സംശയം വേണ്ട, അതും വളരെ വലിയൊരു വിജയത്തിലേക്ക് തന്നെ എത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പറയാം. അതിനു മുമ്പായിട്ട് കൺവെൻഷന്റെ എല്ലാ വാർത്ത അല്ലെങ്കിൽ മീഡിയ സെക്ഷനിൽ നിന്നുകൊണ്ട് ജ്ഞാനായ വോയിസിന്റെ എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൺവെൻഷനുകളൊക്കെ ശക്തമായി ഞങ്ങൾ ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിച്ചവരാണ്, അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഓർലാൻഡോ കൺവെൻഷനും അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഭാഗം, ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കുവാൻ ഞങ്ങളുടെ പങ്കും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടുത്ത മത്സരങ്ങൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അത് ഒഴിവാക്കി ഫൺ ഗെയിംസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം മുൻപോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ചെണ്ടമേള മത്സരം തുടങ്ങിയ പരിപാടികൾ ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ കുട്ടികളെ ഈ മത്സരങ്ങളിൽ പിടിച്ചു നിർത്തുവാനും അവരുടെ സാന്നിധ്യം കൂടുതൽ തെളിയിക്കുവാനായിട്ടുമാണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നോർത്ത് അമേരിക്കൻ ജ്ഞാനായ സമൂഹത്തിന് ഓർമ്മയിൽ ഓമനിക്കുവാനും അയവിറക്കുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കൺവെൻഷൻ കാഴ്ചവെക്കുവാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി. നമ്മുടെ ജ്ഞാനായ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജ്ഞാനായ വോയിസ് ഇന്ന് അവരുടെ പ്രവർത്തന മേഖലകൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി ജ്ഞാനായ വോയിസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ഞങ്ങളുടെ നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ മക്കളോട് സംസാരിക്കുവാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി തന്ന ജ്ഞാനായ വോയിസിലെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉൾപ്പെടുത്താതെ എല്ലാ ജ്ഞാനായ മക്കളെയും 2012 ജ്ഞാനായ കൺവെൻഷനിലേക്ക് ഒർലാൻഡോയിൽ നടക്കാൻ പോകുന്ന റോസൻ സിംഗിൾ ക്രീക്കിൽ നടക്കാൻ പോകുന്ന ജ്ഞാനായ കൺവെൻഷനിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. See you in Orlando. Thank you. നാമെല്ലാം